ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കുറച്ച് കാലമായിട്ട് നമ്മൾ നിസാൻ ടെക്ടോണെ പറ്റി പറഞ്ഞു കേൾക്കുന്നതാണ്. ഈ വണ്ടി ഫെബ്രുവരി മാർച്ച് ആ ഒരു സമയത്തൊക്കെ ആയിട്ട് ലോഞ്ച് ആവേണ്ടതായിരുന്നു ഈ വർഷം. പക്ഷേ അവരാക്കിയില്ല, ലോഞ്ച് ഡിലേ ആക്കി. അതിന് വരെ നമ്മുടെ ഗ്രവൈറ്റ് ആദ്യം ഇറക്കി. എന്തായാലും ഇപ്പോൾ നമുക്ക് കുറച്ചധികം ടീസേഴ്സ് നിസാൻ പുറത്തുവിട്ടിരിക്കുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ഫ്രണ്ട് ഏകദേശം അവരൊരു പരിധി വരെയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടീസറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇവർ ആദ്യത്തെ ടീസറിൽ ബേബി പെട്രോളിനെ വെച്ചിട്ടൊക്കെ ആയിരുന്നു ഈ വണ്ടി കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ഈവൻ ദോ പെട്രോളുമായിട്ട് ഈ വണ്ടിക്ക് യാതൊരു ബന്ധവുമില്ല, നമ്മുടെ ഡസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള SUV ആണ്. പക്ഷെ എന്നാലും കാണാൻ അത്യാവശ്യം രസമുണ്ട്. അവരിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ടീസറിലൊക്കെ ആണെങ്കിലും നമുക്ക് ഈവൻ ഡസ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി അതിൻ്റെ ഡിസൈൻ ബെറ്റർ ആയിട്ട് തോന്നി. ഇത്തിരി കൂടി ഒരു ബൾക്കി ലുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റെഡ് ആക്സൻസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഹെഡ്ലൈറ്റ്സ് ആണെങ്കിലും എല്ലാം LED ആണ്. പക്ഷേ അതിൻ്റെ അടുത്തൊരു കണക്റ്റഡ് DRLൂടെ കൊടുത്തിട്ടുണ്ട്. കണക്റ്റഡ് DRL ഒട്ടുമിക്ക എല്ലാ വണ്ടികളും വരുന്നതാണ്, അത് ശരിയാണ്. പക്ഷെ എന്നാലും ഇതിനകത്ത് ഒരു മൊത്തത്തിലൊരു ട്യൂബ് ലൈറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിനൊരു മറ്റേ സെപ്പറേഷൻ കട്ടിംഗ് ഒക്കെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബമ്പർ അത്യാവശ്യം നല്ല റഗഡ് ഫീൽ ഉണ്ട്. മൊത്തത്തിൽ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഡസ്റ്ററിനേക്കാൾ ഈ വണ്ടിയുടെ ഡിസൈനാണ് ഫ്രണ്ടിൽ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ആകെപ്പാട് ഇത്തിരി ഓടായിട്ട് തോന്നുന്നതിൻ്റെ ടെക്ടോൺ എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആണ്. അതവർക്ക് ബാക്കിൽ കൊടുക്കുന്നത് തന്നെ എനിക്ക് ഈ വലിയ റൈറ്റിങ്സ് കുറച്ച് ബോറായിട്ട് തോന്നാറുണ്ട്. ഫ്രണ്ടിലും കൂടെ വന്നപ്പോഴേക്കും അത് കുറച്ചധികം ബോറായതുപോലെ എനിക്ക് പേഴ്സണലി തോന്നി. എന്താണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയേണ്ടത് താഴെ കമൻസിൽ പറഞ്ഞാൽ മതി. അതും കൂടി ഇല്ലായിരുന്നു ചിലപ്പോൾ വണ്ടി നല്ലൊരു ക്ലീൻ ലുക്കിൽ വന്നേനെ. എന്തായാലും ഇതിൻ്റെ സൈഡ് ഡിസൈനും അതുപോലെ റിയർ ഡിസൈനൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഇതുവരെ കണ്ടിരിക്കുന്ന ടീസേഴ്സിൽ നിന്നാണെങ്കിലും ഡസ്റ്ററും അതുപോലെ ടെക്ടോണും കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ മാത്രമാണ് അവർ മെയിനായിട്ട് ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത്. ഈ സ്പൈഡ് പിക്സും ടീസേഴ്സും ഒന്നല്ല, നമ്മൾ വേറെ ഇതിൻ്റെ റെൻഡർ സിസ്റ്റം പോലെ കണ്ടിട്ടുണ്ട്. ഈ വാഹനം ഇതിന് മുന്നേ ടീസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഏകദേശം ഈ റെൻഡേഴ്സ് പോലൊക്കെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഡിസൈനും ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ ആദ്യകാലത്തുള്ള റെൻഡേഴ്സാണിത്. അതായത് ഇവർ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു സിമിലർ ഡിസൈൻ തന്നെയാണ് നമുക്കിപ്പോൾ ഫൈനൽ പ്രൊഡക്ഷൻ സ്പെക്ക് ആയാലും ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വണ്ടി എന്തായാലും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടായിരിക്കും പിന്നെ പുറത്തേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഡസ്റ്റർ പോലെയൊക്കെ തന്നെ ഡസ്റ്ററിൻ്റെ ഇമ്പോർട്ട് അവരിപ്പം മറ്റേ ഇവിടെ സൗത്ത് ആഫ്രിക്കയിലേക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ റിയർ ഡിസൈൻ നമുക്ക് കാണാം. ഡസ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഉണ്ട്. ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനൊക്കെ ഒരു പരിധി വരെ സിമിലർ ആണ്. അകത്ത് ഇൻസേർട്സ് കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. C ഷേപ്പിലായിട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഡസ്റ്ററിലും സിമിലർ ആണ്, പക്ഷെ എന്നാലും ചെറുതായിട്ടൊന്ന് വ്യത്യാസം അത്രേ ഉള്ളൂ. പിന്നെ ബമ്പറിൻ്റെ ഡിസൈൻ ചെറിയ വ്യത്യാസമുണ്ട്. ഇലക്ട്രോണിക് ടെയിൽഗേറ്റ് സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തും ഉറപ്പായിട്ടും ഉണ്ടാവും. നമുക്ക് അലോയ് വീൽസ് നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളതാണ് അവരുടെ ടീസേഴ്സിലൊക്കെ. മൾട്ടി സ്പോക്ക് വീൽസ് ആണ്, ഡുവൽ ടോൺ ഡയമണ്ട് കട്ട് ഫിനിഷിലൊക്കെ തന്നെയാണ് വരുന്നത്. 18 ഇഞ്ച് തന്നെ ആയിരിക്കും. നമുക്ക് ഡസ്റ്ററിലും 18 ഇഞ്ച് തന്നെയാണ് കിട്ടുന്നത്. പൊതുവേ ഒരു സെയിം സ്പെക്കിലുള്ള, അതായത് സെയിം പ്ലാറ്റ്ഫോമിലുള്ള വണ്ടി. ഇപ്പോൾ റെനോയുടെ RGMP റെനോ ഗ്ലോബൽ മോഡുലർ പ്ലാറ്റ്ഫോം എന്നാണ് അവർ ഡസ്റ്ററിൻ്റെ പ്ലാറ്റ്ഫോമിനെ വിളിക്കുന്നത്. ഇതിപ്പോൾ നിസാൻ അവരുടെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും പേര് പറയായിരിക്കും. എന്തായാലും റെനോയുടെ പ്ലാറ്റ്ഫോം അവർക്ക് അവരുടേതായിട്ടുള്ള വണ്ടിയിൽ പറയാൻ പറ്റില്ലല്ലോ. ഈവൻ ദോ എല്ലാം സെയിം ആണ് എങ്കിൽ പോലും. സോ ഡിസൈനും സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു. ഡയമെൻഷൻസിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഈ ബമ്പറിൻ്റെ ഡിസൈനൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. ചെറുതായിട്ട് ചിലപ്പോൾ ലെങ്ത് കൂടുകയോ കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എക്സ്റ്റീരിയർ അല്ലാതെ ഇൻറ്റീരിയർ എടുക്കുകയാണെങ്കിലും നമുക്ക് സെയിം ഡസ്റ്ററിൻ്റെ അതൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അതായത് 10.25 inches റെഡ് സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ADAS വരുന്നുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് വീൽ ഡിസൈൻ എക്സാക്ട്ലി സെയിം ആണ്. ഇതിനകത്ത് നമുക്ക് നിസാൻ്റെ ലോഗോ കിട്ടും. അത്ര വ്യത്യാസമുള്ളൂ. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, ഓട്ടോ AC, പിന്നെ നമ്മുടെ ക്രൂസ് കൺട്രോൾ, ഡ്യുവൽ സോൺ AC ആണ് ഇതിനകത്ത് പൈത് വരുന്നത്. പിന്നെ പാനോറാമിക് സൺറൂഫ് ഉണ്ട്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്, ഓട്ടോമാറ്റിക് മോഡൽ, അങ്ങനെ വെന്റിലേറ്റഡ് സീറ്റ്സ്, മറ്റേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്, കോ ഡ്രൈവർ സീറ്റ് എന്ന് പറയേണ്ട നമുക്ക് ഡസ്റ്ററിൽ നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സാണോ കണ്ടിട്ടുള്ളത് ആ ഫീച്ചേഴ്സ് എല്ലാം എക്സാക്ട്ലി ഈ വണ്ടിയിലും ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ അവർ നിലവിൽ ഡസ്റ്ററിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്കൊരു 1 ലിറ്റർ ടർബോ എൻട്രി ലെവലായിട്ട് കൊടുക്കുന്നുണ്ട്. 6 സ്പീഡ് മാനുവൽ മാത്രം വെച്ച്. റെനോ അതിൻ്റെ CVT മോഡൽ കൊണ്ടുവരണോ എന്നുള്ളൊരു ആലോചനയിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺഫേം ആയിട്ടില്ല, പക്ഷേ അത് അവർ കൺസിഡറേഷനിൽ വെച്ചിട്ടുണ്ട്. 100 PS 166 Nm ടോർക്കുമാണ് ആ ഒരു എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നത്. അത് ഷോർട്ട് ഗിയർ ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആക്സലറേഷൻ നമുക്കൊരു 100 വരെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന 1.3 ലിറ്റർ ടർബോ പെട്രോളാണ്, 4 സിലിണ്ടറാണ്, 160 ഹോഴ്സ് പവറും അതുപോലെ നമുക്ക് മറ്റേ 280 Nm ടോർക്കാണ് അത് കിട്ടുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. ഏകദേശം 10 സെക്കൻഡ്സിലാണ് ഈ വണ്ടിയിൽ 0 ടോൺ എടുത്തുന്നത്. 6 സ്പീഡ് ബെറ്റ് ക്ലച്ച്, ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നത്. പിന്നെ 6 സ്പീഡ് മാനുവലും കിട്ടുന്നുണ്ട്. യൂഷ്വലി ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ മാനുവൽ ട്രാൻസ്മിഷൻ ഈ ടർബോ പെട്രോൾ കൊടുക്കുന്ന കമ്പനികൾ വളരെ കുറവാണ്. നമുക്ക് ആകെപ്പാടെ എൻ്റെ അറിവിൽ ക്രെറ്റയിൽ എൻലൈനിൽ മാത്രമേ നമുക്ക് മാനുവൽ ഉള്ളൂ. സെൽട്ടോസിൽ IMT ആണെന്ന് തോന്നുന്നു ടർബോയിൽ വരുന്നത്. ബാക്കി എല്ലാവരും ഇപ്പോൾ ഫോക്സ്വാഗൻ ട്വിൻസ് രണ്ടിലും ഒരു മാനുവൽ നിർത്തി. നമുക്ക് DCT മാത്രമേ, അതായത് DSC മാത്രമേ അവരുടെ ടേംസിൽ കിട്ടുന്നുള്ളൂ. ഇതിൻ്റെ അകത്താണ് പിന്നെ മാനുവൽ കിട്ടുന്നത്. മാനുവൽ നമുക്കപ്പോൾ ഒരു ഡ്രൈവിംഗ് ഫീലിന് വേണ്ടി വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അത് ഏകദേശം 10 സെക്കൻഡ്സ് ഒക്കെ തന്നെയാണ് 0 ടോൺ ഉണ്ട്. ഇതൊന്നും അല്ലാതെ ഡസ്റ്ററിൽ വരാത്തൊരു പവർ ട്രെയിൻ ഉണ്ട്. അത് അവർ കാണിച്ചായിരുന്നു. 1.8 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു 4 സിലിണ്ടർ ഹൈബ്രിഡ് പവർ ട്രെയിൻ. 160 ഹോഴ്സ് പവർ ഒക്കെ തന്നെയാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഏകദേശം 9 സെക്കൻഡ്സ് ആ വണ്ടി 0 ടോൺ എടുത്താനായിട്ട് എടുക്കുന്നുള്ളൂ. അത്യാവശ്യം ഫാസ്റ്റാണ്, എഫിഷ്യൻ്റ് ആണ്. റെനോയുടെ ഫോർമുല ഈ ടെക്കിലൊക്കെ ഉപയോഗിക്കുന്ന DST എന്ന് പറഞ്ഞ ട്രാൻസ്മിഷനാണ് യൂസ് ചെയ്യുന്നത്. സോ എല്ലാം കൊണ്ടും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ആകെപ്പാടെ പ്രശ്നം അത് വരാൻ ഈ വർഷം അവസാനമാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ടെക്ടോണിൻ്റെ കേസിൽ മിക്കവാറും അവരത് ലോഞ്ച് ചെയ്ത് പ്രൊഡക്ഷനൊക്കെ തുടങ്ങി അതിൻ്റെ ഡെലിവറി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ഒരു പക്ഷേ ഹൈബ്രിഡ്
വരാനുള്ള സാധ്യതയുണ്ട്. ഡസ്റ്ററിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സമയത്ത് തന്നെ നിസാന് ടെക്ടോണിനും കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ ദിവാലി സമയമൊക്കെ ആകുമ്പോഴേക്കും ഡസ്റ്ററിൽ വരും എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ടെക്ടോണിൻ്റെ ആണെങ്കിലും ജൂലൈ 9 അവർ ഈ വാഹനത്തിൻ്റെ റിവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും അത് ജസ്റ്റ് ഒരു റിവ്യൂവിൽ അവർ നിർത്തുമായിരിക്കും. പ്രൈസും കാര്യങ്ങളൊക്കെ പിന്നീടായിരിക്കും വരാൻ പോകുന്നത്. അതായത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും പ്രൈസ് വന്നാലും പിന്നെ ഡെലിവറി ഒക്കെ തുടങ്ങി വരുമ്പോഴേക്കും സെപ്റ്റംബർ അവസാനമൊക്കെ ആവുമായിരിക്കും. സോ അതിനുള്ളിൽ അവർക്ക് ഇതിനെ ടെർബോ പെട്രോൾ ഇറക്കാൻ പറ്റും, ടെർബോ പെട്രോൾ അല്ല മറ്റേ ഹൈബ്രിഡ് ഇറക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു സംഭവമായിരിക്കും. കാരണം ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്യാൻ പോകുന്ന ഹൈബ്രിഡ് ഉറപ്പായിട്ടും ഇത് തന്നെയാണ്. പിന്നെയുള്ള നമ്മുടെ ടൊയോട്ടയുടെ 1.5 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡാണ്. പിന്നെ ഹ്യുണ്ടായുടെ ആണെങ്കിലും ഇനി വരാൻ പോകുന്ന 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ ബേസ്ഡ് തന്നെയാണ്. 1.8 ലിറ്റർ ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി വേറെ വണ്ടികളൊന്നും ഇല്ല. എനിവേ എന്താണ് നിങ്ങൾക്ക് ടെക്ടോൺ ഡസ്റ്ററിനെ പറ്റിയൊക്കെ പറയേണ്ടത്, ഏതാണ് നിങ്ങൾക്ക് ഡിസൈൻ വൈസ് കുറച്ചുകൂടി ഇംപ്രസീവ് ആയിട്ട് തോന്നിയത് എന്നൊക്കെ ഉറപ്പായിട്ടും കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.